നമസ്തേ. ഇന്ന് നമ്മൾ നോക്കുന്നത് എൻ്റെ വ്യൂവേഴ്സിൻ്റെ കറണ്ട് എനർജി എന്താണെന്നും യൂണിവേഴ്സ് അവരോട് എന്തൊക്കെയാണ് പറയുന്നതെന്നും അവരെവിടേക്കാണ് എത്തേണ്ടത്, അവരെന്താ ചെയ്യേണ്ടതെന്നുള്ള 3 കാർഡാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വന്നിട്ട് ദ 7 ഓഫ് വാൺസ് എന്ന് പറഞ്ഞ കാർഡാണ്. ഈ കാർഡിൽ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഒരു സംഘർഷത്തിൻ്റെ നടുവിലാണ് നിങ്ങളുള്ളതെന്ന് മനസ്സിലാവുന്നത്. പക്ഷേ അത് നിങ്ങളുടെ തന്നെ പലവിധ ചിന്തകളുടെ നടുവിലാണോ അതോ ഒരു എന്താ പറയുക, ഏതെങ്കിലും സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംഘർഷമാണോ, അതല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ മറ്റുള്ളവരുടെ വെല്ലുവിളികൾ സ്വീകരിച്ചിട്ട് അതിനെ എങ്ങനെ നേരിടണം എന്നുള്ളതാണോ? അങ്ങനെ എന്തായാലും ഒരു സംഘർഷത്തിൻ്റെ നടുവിലാണുള്ളത്. പക്ഷേ നിങ്ങൾക്ക് നേരിടാനുള്ള കരുത്തുണ്ട് എന്നുള്ളതും നിങ്ങളുടെ മുഖത്തിൽ നിന്ന് തന്നെ, മുഖഭാവത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഈ വ്യക്തിയുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ നിങ്ങളോട് യൂണിവേഴ്സ് എന്താ പറയുന്നത്? യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് ആയിട്ട് ദ മൂൺ എന്ന് പറഞ്ഞൊരു കാർഡ് വരുമ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾ ഒട്ടും നിരാശപ്പെടരുത് എന്നാണ് പറയുന്നത്. നിരാശ ഒരിക്കലും ഉണ്ടാവരുത്. ഇത്തരം സന്ദർഭങ്ങളിൽ പുതിയ തീരുമാനങ്ങളൊന്നും എടുക്കരുത്. അത് അങ്ങനെ എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നാൽ കുറച്ചും കൂടെ അറിവുള്ളവരെയോ അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെയോ എല്ലാം അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണം ഒരു തീരുമാനത്തിലേക്ക് എത്താൻ. ആരോഗ്യപരമായോ അല്ലെങ്കിൽ മാനസികമായുള്ള ആശങ്കകളാണെങ്കിൽ അതിനെ നമ്മളെ തളർത്തുന്ന മാതിരിയുള്ള ചിന്തകളിലേക്ക് പോകാണ്ട് സ്വയം കരുതലോടെ നിൽക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേറെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ദ ഹാങ്ഡ് മാൻ എന്ന് പറഞ്ഞൊരു കാർഡാണ് വന്നത്. ഇത് 2 മേജർ ആർക്കാന കാർഡുകളാണ്. ഇത് കുറച്ച് നാളേക്ക് ഇതിൻ്റെ എനർജി ഉണ്ടാവും. ഈ ഹാങ്ഡ് മാൻ പറയുന്നത് നിങ്ങൾ ഇത്തരം സംഘർഷത്തിൽ നിരാശയിൽപ്പെടാതെ ഇരിക്കണമെന്ന് പറഞ്ഞു. അടുത്തത് വന്നിരിക്കുന്നത് ദ ഹാങ്ഡ് മാനാണ്. ഈ ഹാങ്ഡ് മാൻ എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ തൽക്കാലത്തേക്ക് എല്ലാ പ്രവൃത്തികളും ഒന്ന് പോസ് ചെയ്യുക, ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, അതിനെ മറ്റൊരു ആംഗിളിൽ കൂടെ നോക്കിക്കാണാൻ ശ്രമിക്കുക. അതായത് നിലവിലുള്ള പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങളൊരു പുതിയ തീരുമാനം എടുക്കരുത്. പെട്ടെന്നൊരു തീരുമാനം എടുത്താൽ ഈ കലുഷിതമായ അന്തരീക്ഷത്തിൽ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് നല്ല ഗുണം തരുന്ന ഒരു തീരുമാനങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ സമയത്ത് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് ഒരു വിശ്രമം എടുത്തിട്ട് പുതിയൊരു കാഴ്ചപ്പാട് കണ്ടെത്താൻ ശ്രമിക്കുക. ചില ത്യാഗങ്ങളും സഹനങ്ങളും എല്ലാം നിങ്ങളിലെ പുതിയ കാര്യങ്ങളെ കണ്ടെത്താനായിട്ട് സഹായിക്കും. അതാണ് ഈ 3 കാർഡും പറയുന്നത്. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസനേറ്റ് ചെയ്യണം നിർബന്ധമില്ല. റെസനേറ്റ് ചെയ്യുന്നവർ നിങ്ങൾ ഇത്തരം സാഹചര്യങ്ങളിലാണോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണലായിട്ടുള്ള റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പറുണ്ട്, അതിനകത്തേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.